ഈ കഴിഞ്ഞിടയ്ക്ക് കുട്ടികളുടെ ഒരു വചനപ്രഘോഷണ സമയത്ത്, ക്ലാസ് സമയത്ത് ഞാൻ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് ജനിച്ചതെന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിനകത്ത് പല കുട്ടികളും പല മറുപടികളാണ് പറഞ്ഞത്. ഞാൻ ഒരു കുട്ടിയുടെ നേരെ കൈ ചൂണ്ടി ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടു. ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി ഇതാണ്: മരിക്കാനാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. മരിക്കാനാണ് ജനിച്ചത്. പലപ്പോഴും പല വ്യക്തികളും ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റി. എങ്ങനെ ഇങ്ങ് ചത്താ മതി, പോയാ മതി. എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സുണ്ട്, 4 വർഷമായിട്ട് കിടക്കുക. 86 വയസ്സ് തൊട്ട് 85 വയസ്സ് തൊട്ട് ഇപ്പം കിടപ്പാ. എൻ്റെ വൈഫാണ് നോക്കുന്നത്. അപ്പൊ അമ്മ ചിലപ്പം പറയും, നല്ലൊരു മരണം ലഭിച്ചാൽ മതിയെന്ന്. നോക്കിക്കേ, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തുനിന്നും മാഞ്ഞാ മതി, മറഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമതൊരു കുട്ടി എന്നോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: തിന്നാനാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കാനാണ് ജനിച്ചത്. ഞാൻ പിന്നീടാണ് ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പം അവൻ്റെ അപ്പന് ഈ പൊറോട്ടയും ചിക്കനും നൈറ്റ് കടയിൽ ഉണ്ടാക്കുന്ന ജോലിയാ. ഈ കുട്ടി ജനിച്ചപ്പം തൊട്ടേ ഈ പൊറോട്ടയിലും ചിക്കനിലുമാണ് കഴിയുന്നത്. അവൻ്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇതെല്ലാം കഴിച്ച് ഈ കോഴിയുടെയും ഈ മൃഗത്തിൻ്റെയൊക്കെ ശരീരമായിട്ട് മനുഷ്യൻ്റെ മാറിയിരിക്കുകയാണ്. മനുഷ്യ ശരീരമല്ല ഇന്ന് പലപ്പോഴും. അവൻ്റെ ജീനുകൾ പരിശോധിച്ചാൽ മൃഗങ്ങളുടേതായിട്ടുള്ള ചില വാസനകളും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരം പറഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ചിരിച്ചു. അവൻ നോക്കുമ്പോൾ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയാണ് അവൻ ജനിച്ചത്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ജീവിക്കുക, ഇപ്പോഴത്തെ ലോകത്തിന്റെ ചില സിദ്ധാന്തങ്ങൾ തന്നെയാണ് അവൻ പറഞ്ഞത്. മൂന്നാമതൊരു കുട്ടി ഉത്തരം നൽകി. ഒരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, നന്നായി ജീവിക്കാനാണ് ജനിച്ചതെന്ന്. ഞാൻ ഈ 3 ഉത്തരം പറഞ്ഞതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ച്. ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആഥൻസിൽ സോക്രട്ടീസ് എന്ന് പറയുന്നൊരു മഹാനുണ്ടായിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചയാളാണ്. അദ്ദേഹം ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു, ലിവിങ് ഈസ് നത്തിങ്. ജീവിതം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഹമാരാ ജിന്ദഗി കുച്ച് നഹീ ഹൈ. റൈറ്റ് ലിവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നന്നായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളില്, പ്രയാസങ്ങളില്, പ്രതിബന്ധങ്ങളില്, ഞെരുങ്ങുന്ന അവസ്ഥയില് നമുക്ക് പലപ്പോഴും നന്നായിട്ട് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാവും, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവും. അപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. അതായത് വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സഹവാസം എന്നിവയാൽ നിറഞ്ഞുള്ള ഒരു ക്രൈസ്തവ ജീവിതമാണ്, ക്രിസ്തു ജീവിതമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്.